ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ബ്രെഡ് മസാലയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് മസാലയുടെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്സായും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 4 പീസ് ബ്രെഡാണ്. ഇത് ആദ്യം നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബട്ടറോ നെയ്യോ ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. എണ്ണയൊന്നും ഉപയോഗിക്കാതെ ആദ്യം 2 സൈഡും നല്ലോണം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ക്രിസ്പി രൂപമാകുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ബ്രെഡ് 4 പീസാക്കിയതിന് ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്തും ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കട്ട് ചെയ്യാതെയാണ് ആദ്യം ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ടോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി പാനിലോട്ട് ഇതേ സെയിം പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി കോഴിമുട്ടയൊന്ന് ചിക്കിയെടുക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്ത സെയിം പാനിൽ തന്നെയാണ് ഞാൻ ഈ മുട്ടയും ചിക്കിയെടുക്കുന്നത്. കൂടുതൽ ബ്രെഡ് എടുക്കുന്നവർക്ക് കോഴിമുട്ടയുടെ എണ്ണവും കൂട്ടാവുന്നതാണ്. ഇവിടെ ഞാൻ 4 സ്ലൈഡ് ബ്രെഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ആവശ്യം ഒരു കോഴിമുട്ട ആവശ്യമായി വരുന്നുള്ളൂ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചിക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ചായ തിളക്കുന്ന ടൈം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. മക്കൾക്ക് കഴിക്കാനും വളരെ ഇഷ്ടമായിരിക്കുന്ന ഒരു സ്നാക്സ് കൂടിയാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്സായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഈ മുട്ട നല്ലോണം ചിക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ബ്രെഡ് ഇതുപോലെ ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ വേണം, ചെറിയ പീസായി തന്നെ കട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതേ സെയിം പാനിലോട്ട് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസിലുള്ള. അത് ചെറിയ പീസായി കട്ട് ചെയ്യണം. ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം വേണം ഈ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുവാൻ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയുടെ കളർ ചേഞ്ച് ആകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ആയി കിട്ടണം, ബ്രൗൺ കളർ ആകണം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു
ഒരു തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടുവാൻ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഈ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ തക്കാളി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നല്ലോണം ഈ തക്കാളി വെന്ത് കിട്ടുകയും വേണം. ഒഴിച്ച് കൊടുത്തിരിക്കുന്ന വെള്ളം ഒന്ന് 1/4 ഭാഗം ഒന്ന് വറ്റി വരണം. ഇനി ഇതിലോട്ട് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ സോസും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഈ സോസ് ഒഴിച്ചതിന് ശേഷം 2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചിക്കി വെച്ചിരിക്കുന്ന കോഴിമുട്ടയും പീസാക്കി കട്ട് ചെയ്തിട്ടുള്ള ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ മറക്കരുത്. കട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ബ്രെഡ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലോണം ഈ മസാലയിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡിലോട്ടെല്ലാം മസാല ചേരും വിധം നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ലോയിലാക്കിയതിന് ശേഷം വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലോട്ട് ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്സായും ബ്രേക്ക്ഫാസ്റ്റായും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.